എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വീട്ടിൽ സാധാരണയായി എപ്പോഴും കാണാറുള്ള ഐറ്റംസ് വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത 3 തരം പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഗോതമ്പ് പൊടിയും തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ആവിയിൽ വേവിച്ചെടുത്ത പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഏകദേശം 1/2 കപ്പോളം തേങ്ങാക്കൊത്തുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ പൊടിച്ചതിന് ശേഷം അതും ഇനി ആ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി നന്നായി മിക്സ് ആകത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം. അത് തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി അരച്ചെടുത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് ബാറ്ററായിട്ടാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റോ പാത്രമോ ഏതെങ്കിലും എടുത്താലും മതിയാകും. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്ത ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ഉപ്പും എല്ലാം മാവിലെല്ലാം ഒരേപോലെ ആകത്തക്ക രീതിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഏത് പാത്രമായാലും ഇതേപോലെ ഈ ഒരു രീതിയിൽ ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്ത് കുറച്ച് പൊടിമാവും കൂടി ഇട്ട് കൊടുത്തൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതേപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3-4 തവണ ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഒരു 35-40 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി പരുവായി കിട്ടും. ഇപ്പം ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും മാവൊന്നും വന്നിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പരുവായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. വിടുവിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം കമിഴ്ത്തിയിട്ട് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടില്ല എത്രത്തോളം സെറ്റായി വന്നിട്ടുണ്ടെന്ന്. അപ്പം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലെപ്പോഴും ഉള്ള ചേരുവകൾ കൊണ്ട് വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു 4 മണി പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അടുത്തത് റവയും ശർക്കരയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഐറ്റമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നന്നായി മെൽറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റ് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും ബദാമും കപ്പലണ്ടിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം.
നെയ്യിൽ നിന്ന് കോരി മാറ്റി നട്ട്സ് എല്ലാം നന്നായി ഒന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള നെയ്യിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഏത് ടൈപ്പിലുള്ള റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശം 2 മിനിറ്റോളം ആയി കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലായി തന്നെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് തേങ്ങ ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം ആയി കഴിഞ്ഞു. ഇനി ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമുക്ക് ആ ഉള്ള ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം കുറച്ചുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 3/4 കപ്പോളം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നീട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഓരോരോ ബോൾസാക്കി ഇതിനെ എടുക്കാം. ഇങ്ങനെ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവച്ച് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോന്നും തയ്യാറാക്കി എടുക്കാം. റവയുടെ കൂടെ നട്ട്സും തേങ്ങയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കി എടുത്തിരിക്കുന്ന സ്നാക്ക് എല്ലാം കൂടി നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം അടുപ്പിൽ വെച്ച് വേവിച്ചാൽ മതിയാകും. സ്നാക്ക് നല്ല രീതിയിൽ തയ്യാറായി കിട്ടും. കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് റവയും നേന്ത്രപ്പഴവും ശർക്കരയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു ഐറ്റമാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ പഴം ആയാലും കുഴപ്പമില്ല. റോബസ്റ്റോ അല്ലെങ്കിൽ പാളയംകുടൻ ഏതായാലും ഈ ഒരു രീതിയിൽ ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പഴം പൊട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ പഴം ഉടച്ചത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ട് നന്നായിട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റോളം ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം ആകുമ്പോഴേക്കും ശർക്കര നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് പഴവും ശർക്കര പാനിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചോളത്തിൻ്റെ റവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഏലക്കയുടെ സീഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോളത്തിൻ്റെ റവ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ റവ ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ചോളത്തിൻ്റെ റവ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചോളത്തിൻ്റെ റവയ്ക്ക് നല്ല വലിപ്പമുള്ള തരികളുണ്ട്. അപ്പോൾ അത് ഈ സ്നാക്കിന് പ്രത്യേക ടെക്സ്ചർ തരും. അതുകൊണ്ടാണ് ഈ ചോളത്തിൻ്റെ റവ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം.
ഇപ്പോൾ ഇതാ വെള്ളമയമൊക്കെ നന്നായി മാറി പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയമായി. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്ത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ചെറിയ ബോളാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് നല്ലൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കാം. പിന്നീട് മറ്റേ കയ്യിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വടയുടെയൊക്കെ ഷേപ്പ് ആകത്തക്ക രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ നമുക്കിനി ഓരോന്നും ഇതിൽ നിന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പാണ് ആ ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഓരോന്നും എടുത്ത് കയ്യിൽ വെച്ച് നന്നായി ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ സ്നാക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീട്ടിൽ സാധാരണ എപ്പോഴും കാണാറുള്ള ഐറ്റംസ് എല്ലാം വെച്ച് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.